ഇത്രയും സ്ത്രീകളുടെ മുടി മുറിക്കുമ്പോൾ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ മുടിയൊരു സൗന്ദര്യമാണ്. എൻ്റെ സൗന്ദര്യം അല്പം പോയാലും കുഴപ്പമില്ല സ്ത്രീകൾക്ക് വേണ്ടി എന്ന് കരുതിയാണ് ഞാൻ ഈ സഹന സമരത്തിൽ പങ്കെടുക്കുന്നത്. മന്ത്രി വീണ ജോർജ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. എനിക്ക് അവരോട് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഈ സമരത്തിൽ ഇരിക്കുന്നതായ സ്ത്രീകളെ അവരെ കാണുകയും അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇതെത്രയും വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അടിസ്ഥാനപരമായ ജീവിക്കാനുള്ള ഒരു സമരമാണ്. 232 രൂപയ്ക്ക് ഒരാൾക്കും ഇന്ന് ജീവിക്കാൻ കഴിയില്ല. സമരങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു സർക്കാരാണ് ഈ സർക്കാർ. സ്ത്രീകളുടെ പക്ഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിലനിൽപ്പിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി, മനുഷ്യാന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി ഈ സാധാരണ അടിസ്ഥാന വർഗം ആ സമരത്തെ നിരാകരിക്കുന്ന ഒരിക്കലും ശരിയല്ല. ഒരു അന്തസ്സായിട്ട് വിളിച്ച് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. ഈ വീതികളിലേക്ക് ഈ സമരം വലിച്ചഴച്ചത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടുകൂടെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം 50-ാം ദിവസം പിന്നിടുമ്പോൾ അവർ മുടി മുറിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് നമ്മുടെ സർക്കാരിനോട് കെഞ്ചി പറഞ്ഞുകൊണ്ട് അവർ മുടി മുറിച്ചുകൊണ്ട് ഇപ്പോൾ സമരമുറ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ സമരവേദിയിലെത്തിയപ്പോൾ ഒരു വ്യത്യസ്തമായൊരു കാഴ്ച കാണുവാൻ സാധിച്ചത് ഒരു പള്ളിയിലച്ഛൻ അവർ ഈ ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുടി മുറിക്കുന്ന ഒരു ദൃശ്യം കാണുവാനിടയായി. എൻ്റെ പേര് രാജു പി ജോർജ്. ഞങ്ങൾ 3 പേരും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഞങ്ങൾ പത്തനംതിട്ട, തിരുവല്ല, കോട്ടയം പ്രദേശങ്ങളിൽ നിന്ന് വന്നതായ ആളുകളാണ്. ഈ ഒരു മുടി വെട്ടണം എന്നുള്ള തീരുമാനമെടുത്തതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ എടുത്തൊരു തീരുമാനമാണ്. കാരണം ഇത്രയും സ്ത്രീകളുടെ മുടി മുറിക്കുമ്പോൾ അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ മുടിയൊരു സൗന്ദര്യമാണ്. എൻ്റെ സൗന്ദര്യം അല്പം പോയാലും കുഴപ്പമില്ല സ്ത്രീകൾക്ക് വേണ്ടി എന്ന് കരുതിയാണ് ഞാൻ ഈ സഹന സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ സമരം 50-ാം ദിവസം പിന്നിടുകയാണ്. ഇതുവരെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു അനുകൂല നിലപാടോ അനുഭാവപൂർണ്ണമായ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. ഞാൻ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. എനിക്ക് അവരോട് ആവശ്യപ്പെടാനായിട്ടുള്ളത് ഈ സമരത്തിൽ ഇരിക്കുന്നതായ സ്ത്രീകളെ അവരെ കാണുകയും അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇതെത്രയും വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്യണമെന്ന് ശ്രീമതി വീണ ജോർജിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കാരണം എൻ്റെ സുഹൃത്തും കൂടെ ആയതുകൊണ്ടാണ്. എൻ്റെ നാടിൻ്റെ MLA ആണ്, എൻ്റെ നാടിൻ്റെ മന്ത്രിയാണ്. അതുകൊണ്ടുകൂടി അപേക്ഷിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അച്ചോ, ഈ സമരം പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ച് പോയോ? തീർച്ചയായിട്ടും അതിക്രമിച്ചു പോയി. ഇതെത്രയും വേഗം പരിഹരിക്കപ്പെടണം. കാരണം ഇത് അടിസ്ഥാനപരമായ ജീവിക്കാനുള്ള ഒരു സമരമാണ്. 232 രൂപയ്ക്ക് ഒരാൾക്കും ഇന്ന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് ആവശ്യമായ ശമ്പളം നൽകണം. ആ സമരത്തെയാണ് പിന്തുണയ്ക്കുന്നത്. ഈ നിരന്തരം ഈ സമരത്തെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയല്ലാതെ ഈ സർക്കാർ ഇതിനൊരു അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അച്ഛൻ എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മാതൃകാപരമായിട്ട് പ്രവർത്തനം ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു സർക്കാരാണ് ഈ സർക്കാർ. സ്ത്രീകളുടെ പക്ഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിലനിൽപ്പിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി, മനുഷ്യാന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി ഈ സാധാരണ അടിസ്ഥാന വർഗം, പ്രത്യേകിച്ച് അവർ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ടാണ് ഈ കേരളം ഇത്രയും മനോഹരമായിട്ടും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ. അപ്പം അവർ അടിസ്ഥാന വർഗം ഈ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ നിരാകരിക്കുന്ന ഒരിക്കലും ശരിയല്ല. ഒരു അന്തസ്സായിട്ട് വിളിച്ച് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം. ഈ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ റോഡിലേക്ക്, ഈ വീതികളിലേക്ക് ഈ സമരം വലിച്ചഴച്ചത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടുകൂടെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും എത്രയും വേഗം ഇത് പരിഹരിക്കാനായിട്ടും അന്തസ്സോടെ ജീവിക്കാനായിട്ട്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ ഒരു മാന്യമായ വേതനം നൽകിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരമാവധി പരിഹരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇടപെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സമരത്തോട് തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനോട് ഏകീഭവിക്കുന്നു. എല്ലാവിധ ആശംസകളും അവർക്ക് നേരുകയും. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. കൊല്ലം മരക്കുളം, ചാത്തന്നൂർ. എന്തായാലും
അച്ഛന്മാർ ഉൾപ്പെടെ ഈ ഒരു സമരത്തിന് വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ 50-ാം ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ഫാദർ മുടി വെട്ടിക്കൊണ്ടാണ് ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമരമുറ കടുപ്പിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 50-ലധികം സ്ത്രീകളാണ്, ആശമാരാണ് മുടി വെട്ടിക്കൊണ്ട് അവർ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾ ഇനിയെങ്കിലും അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിക്കും, ചർച്ച നടത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആശാവർക്കർമാർ സമരം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.